നമ്മുടെ മാമലക്കണ്ടം ട്രിപ്പ് അടിപൊളിയാണല്ലേ. പക്ഷെ എൻ്റെ പൊന്നടാവേ ഒരു രക്ഷയില്ല കേട്ടോ. ഓ, ഇതൊരു പൊളിയായിരിക്കും യാത്ര. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീപ്പൊക്കെ ആ കയറ്റം കയറി വന്നാണ്ടല്ലേ. ഔ നമ്മൾ വന്നത് ഏകദേശം ഈ കോതമംഗലത്ത് നിന്ന് ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം അല്ലേ. ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇഞ്ചിത്തൊട്ടി വഴി വന്ന കാരണം വളരെ ഒരു നാരോ പാത്തായിരുന്നു. കുഞ്ഞു വഴിയായിരുന്നു. ഇത് നോക്കണം ആ ജീപ്പ് കയറി വന്നാണ്ടാ നമ്മൾ പുറകുള്ള ജീപ്പ്. ആ ഡ്രൈവർമാരെ സമ്മതിക്കണമല്ലേ. ഓ, ഒരു രക്ഷയില്ല. നോക്കടാ എന്നെ കയറ്റം കയറി പോകുന്നത്. എടാ നോക്കാം ആ വഴി നോക്കിക്കേ. സാധാ കാറോ വണ്ടി ഒന്നും കയറില്ല കേട്ടോ. ജീപ്പ് തന്നെയാണ് ഇവിടെ കയറുള്ളൂ. അത് മറ്റേ 4 വീല് പിടുത്തോളം 4x4 അല്ലേ. അടിപൊളി. ഇത് ശരിക്കും ഒരു വിഖ്യാത പ്രസിദ്ധമായ സ്ഥലമല്ലേ. കേരളത്തിലെ ഒരു കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഇപ്പൊ ട്രെക്കിങ്ങിന് ഫാമിലി ആയിട്ട്. കട്ടിയുള്ള വാക്കൊന്നും ഉപയോഗിക്കല്ലേ. ഇത് കേരളാസ് ഹിഡൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈറലായത് ഈ സ്ഥലം അല്ലേ. അതിനുശേഷം ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ എത്രയുണ്ട്. നമ്മൾ ഇത്രയും പേരും കൂടെ 3 ജീപ്പ് എടുത്ത്. ഇതെങ്ങനെ 2500? അല്ലടാ, അവർ 3500 പറഞ്ഞു. ബാർഗൈൻ ചെയ്ത് ഏകദേശം ഒരു 2850 ഒക്കെ ആക്കി നിർത്തി. റേറ്റ് വരുന്നുണ്ടല്ലേ. പിന്നെ കയറണം. പിന്നെ അവിടുത്തെ ഗ്രാമപ്രദേശവാസികളുടെ ഒരു വരുമാന മാർഗമാണല്ലോ. പോലെയാണോ അതോ അത്? അല്ലല്ല, അതൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ കയറി വരാനായിട്ട് എന്ത് കഷ്ടപ്പാടാണ്. ഇപ്പൊ ഇവര് ആശ്രയിക്കുന്ന ഈ ജീപ്പ് തന്നെ ആയിരിക്കും. ഈ ചേട്ടൻ പറഞ്ഞ എന്താണെന്നറിയോ, ഇതൊക്കെ എല്ലാം ജീപ്പിലാണ് കൊണ്ടുവരുന്നത്. നോക്കണം കയറ്റം കണ്ട. ഇതൊന്നും അല്ല, ഇതൊക്കെ പിന്നെ ഒരു വിധത്തിൽ നല്ല ഇതൊക്കെയാണ്. ഇതിന് ശേഷമൊക്കെ പോകുന്ന എന്ത് അടിപൊളിയാണ്. നോക്ക് കണ്ട. നമ്മുടെ ഫ്രണ്ടിലും ഒരു ജീപ്പും കൂടെ പോകുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ബാക്കിൽ 2-3 ജീപ്പ്, അങ്ങനെ അത് കൂടാതെ നേരത്തെ കുറെ പേരൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയിൽ കാണാം. ആ വഴിയൊക്കെ ശരിക്കും ഇത് നോക്കിക്കേ. പാറ ശരിക്കും തെളിഞ്ഞു കാണാം ആ വഴിയൊക്കെ. ട്രെക്കിങ്ങിന് നല്ലതാണ്. പക്ഷെ ഫാമിലി ആയിട്ട് ട്രെക്കിങ്ങിന് പോകുമ്പോൾ നമുക്കൊരു പറ്റിയ പാതയാണ്. ഭയങ്കര ട്രെക്കിംഗ് ഒന്നും ഫാമിലി ആയിട്ട് പറ്റില്ല. ഫാമിലി ആയിട്ട് പോകാൻ നല്ലതാണ്. ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ആൾക്കാരൊക്കെ. റെസിഡൻസ് അല്ലേ. റെസിഡൻസും ഈ ജീപ്പുകാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അതിനുശേഷം വേറെ 1-2 വ്യൂ പോയിന്റ് കൂടെ കാണണം. എന്നിട്ട് തിരിച്ച് താഴെ വന്നതിന് ശേഷം മുനിപ്പാറ കാണാൻ പോകും. അതിനുശേഷം നമ്മൾ റിവർ ക്രോസിംഗ് ഉണ്ട്. അതൊക്കെ നദിയൊക്കെ കിടക്കുന്ന ഒരു രംഗമാണ്. അത് പൊളിക്കും. ആ ജീപ്പൊക്കെ വന്നിട്ട് 4x4 അല്ലെങ്കിൽ ഇത് തീർന്നു. പോരുന്ന വഴിക്കൊരു കാര്യം എന്താ ഉണ്ടായെന്നറിയോ, ഒരു ബൈക്കുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹെവി ബൈക്കായിരുന്നു. അവന്മാരെ അവസാനം കയറാൻ പറ്റാതെ അവിടെ സൈഡിൽ വെച്ചിട്ട് പോകും. മറ്റേ അഡ്വഞ്ചർ ബൈക്ക് മറ്റേ പിള്ളേർ വരുന്നതല്ലേ. അത് തന്നെ കയറി വന്നണ്ട. ഇതൊക്കെ ഇപ്പോൾ നോർമലായിട്ട് തോന്നും. പക്ഷെ നമ്മളാ പല സ്ഥലങ്ങളും ഭയങ്കര ഹെവി കുത്തനെയുള്ള കയറ്റമാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര കയറ്റാം. ശരിക്കും പറഞ്ഞാൽ 4x4 ഒന്നും ഇല്ലാതെ അവിടെ കയറി വരാൻ പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. നമ്മളിപ്പോൾ ഡിഫൻഡർ കൊണ്ടൊക്കെ പോകുവാണെങ്കിലേ നമുക്ക് കയറി പോരാ. ഈ വശങ്ങളൊക്കെ ചില സ്ഥലങ്ങൾ ഭയങ്കര ഇടുങ്ങി ചെയ്താണ്. അപ്പൊ ഡിഫൻഡറിന്റെ പെയിന്റ് ഒക്കെ പോകാനുള്ള സാധ്യത കയറി വരുന്ന വരവ് കണ്ട. പിന്നെ അത് മാത്രല്ല, അതിന്റെ വ്യൂ കണ്ട നീ. അസാധ്യ വ്യൂ അല്ലേ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഉച്ചയ്ക്കായിരുന്നു പോയിരുന്നത്. നല്ല തണുപ്പായിരുന്നു അല്ലേ. നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്നല്ല, നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത് ഈ ഒരാഴ്ചയൊക്കെ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഈ നമ്മുടെ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പെട്ടിക്കടയുണ്ട്. കുറച്ച് ചായയും പിന്നെ കുറച്ച് പലഹാരങ്ങളും അങ്ങനെയുള്ള നോക്കിക്ക് എന്നാ കിട്ടുമല്ലേ നോക്കി. ആ വ്യൂ ഒക്കെ കണ്ട. പിന്നെ ശരിക്കും സിറ്റിയിലുള്ളവരൊക്കെ ചെല്ലുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഭയങ്കര മൈൻഡ് റിലാക്സ്. പിന്നെ പൊളിയല്ലേ. അടിപൊളി സ്ഥലം. നോക്കിക്കേ എന്താ. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ തട്ടുകളാ. ജീപ്പുകാർ തന്നെയാണ് പുള്ളിക്ക് സാധനം കൊണ്ട് കൊടുക്കണല്ലേ. ഇടുവല്ലേ. പിന്നെ നമ്മള് കൂടാതെ അല്ലാണ്ട് തിരിച്ചിറങ്ങി വന്ന ആൾക്കാരുടെ കുറച്ച് ജീപ്പുകളൊക്കെ അത്. പൊളിയല്ലേ. അടിപൊളി. ഇവിടെ ചായയും കോഫിയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ബ്രൂ കോഫി നല്ല. പക്ഷെ ആ സമയത്ത് അവിടെ നിന്ന് ബ്രൂ കോഫിയൊക്കെ കുടിച്ച് അടിപൊളിയാണ്. ആ ക്ലൈമറ്റില് അടിപൊളിയാണ്. കുറെ പേര് വന്നിട്ടുണ്ട് കണ്ട. അത്യാവശ്യം മിക്കവാറും തന്നെ എല്ലാവരും ഒരു ഓഫീസ് ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് വന്നേക്കാം. കിടും.
ഇത് ആ നല്ല മൈൻഡ് റിലാക്സിങ് അല്ലേ? പിന്നെ ബ്രത്ത് ടേക്കിംഗ് വ്യൂ അല്ലേ? അടിപൊളി. ഇത് പൊളിക്കും. ഉം. പക്ഷെ ഈ സമയത്തൊന്നും നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. അയ്യോ, മഴയാണെങ്കിലും മഞ്ഞൊക്കെ വന്ന് പക്ഷെ ഇവർ പറഞ്ഞെന്താണെന്നറിയോ, ആ. 24 മണിക്കൂറും ഇവർ ഓടുന്നുണ്ടെന്ന് പറയുന്നത് ഈ സമയത്ത് വന്ന്. 24 hours. മഴയത്താണ് കൂടുതൽ രസം എന്ന് പറഞ്ഞത്. പക്ഷെ ഭയങ്കര മഴയാണ്, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പുറത്തധികം. ശരി. നമ്മൾ അടുത്ത സ്കൂളിലേക്ക് പോകട്ടെ അവിടെ നിന്ന് വിട്ടിട്ട്. കണ്ടാ കയറ്റം തന്നെ കണ്ട നല്ല അടിപൊളി കയറ്റല്ലേ നോക്കി. ഇതൊക്കെയോ. അതല്ലാണ്ട് ഇതൊക്കെ നടന്നു കയറുന്നവർ വരെ ഉണ്ടെന്നാ പറയണേ. നടന്നു കയറുന്നവരുണ്ട്, പക്ഷെ അത്യാവശ്യം കപ്പാസിറ്റി വേണം. ഇവര് ജീപ്പിന് പോകാൻ വേണ്ടി പാത കെട്ടിയിട്ടുണ്ട്, പക്ഷെ വേറൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. കരിങ്കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത് നാച്ചുറൽ ആയിട്ടുള്ള റോഡാണ് അത് ശരിക്കും. ഒരു അറേഞ്ച് ചെയ്ത് പോയേക്കുന്നത്. ബട്ട് ആ വീടൊക്കെ കണ്ട, ഇത് ഈ കാണുന്ന വീടൊക്കെ റിസോർട്ടാണ് കേട്ടോ. അത് വേറെ പ്രത്യേകത എന്താ പറയുക, ഈ റിസോർട്ടിൽ ഇപ്പം ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാം, സ്വന്തമായി പാചകം ചെയ്ത് 5,000 മുതൽ 10,000 രൂപയൊക്കെ വാങ്ങുന്നുണ്ടെന്നാണ് ആ ജീപ്പുകാർ പറഞ്ഞത്. ആണല്ലേ? കുക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം കുക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. ഫുഡൊക്കെ അവർ നമ്മൾ വാങ്ങാൻ എക്സ്ട്രാ കൊടുക്കണം, നമ്മൾ തന്നെ പാചകം ചെയ്യണം, എന്നിട്ട് കിടക്കണം. അപ്പം ഞാൻ ചോദിച്ചു ആനയും പുലിയൊക്കെ കാണൂലായിരുന്നു. പക്ഷേ എല്ലാം കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പുലിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ ആനയൊക്കെ ചിലപ്പോൾ അവരായിരിക്കും. അല്ലേ? മലയാളം ഇടുക്കിയുടെ പ്രാന്തപ്രദേശമല്ലേ. നോക്കിയടാ, കണ്ട ആ ജീപ്പ് കയറി വരുന്ന തന്നെ കണ്ട. എന്നല്ലേ ഒരു തലയെടുപ്പുള്ള കൊമ്പ. അയ്യോ, അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര കുലുക്കാണ്. നോക്കിയേക്കണ്ടത് ഇത് ആ വീട് കണ്ടില്ലേ, ആദ്യം അവിടെ താമസിക്കുന്ന ആളാണെന്ന് വിചാരിച്ചത്. പക്ഷേ അത് താമസിക്കുന്ന ആളല്ല, അവിടെ റിസോർട്ട് പോലെ കൊടുത്തിട്ട് ഫാമിലി ആയിട്ട് വന്ന് താമസിച്ചേക്കുന്നതാണ്. ഗസ്റ്റ് ആണല്ലേ? ഗസ്റ്റാ. നോക്കണം, നോക്കാം ആ റോഡൊക്കെ കണ്ടോടാ. ഒരു ത്രില്ലിങ് മൂടാ കേട്ടോ. പിന്നെ അടിപൊളിയാ. കയറ്റം ഈ വീഡിയോയിൽ ക്ലിയർ അത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര കയറ്റം അല്ലേ. പിന്നെ നമ്മുടെ ആ മലയുടെ തുഞ്ചത്തെത്തും, അവിടെ നിന്ന് കാണണം. അതും മറ്റേതൊരു അസാധ്യ വ്യൂ കേട്ടോ. നമുക്ക് ആ കയറി നമ്മൾ ആദ്യം കണ്ട വ്യൂ തന്നെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ അടുത്തൊരു വ്യൂവിലേക്ക് പോകുന്നത് അപ്പം നല്ല അസാമാന്യ വ്യൂ ആണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പാട്ടോ, ഈ വീഡിയോ പകുതി വെച്ചിട്ടിട്ട് പോണവര് റിഗ്രറ്റ് അടിക്കും തീർച്ചയായും. ഇത് അവസാനം ആ എല്ലാം കാണണം. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാമലക്കണ്ടം ഏതൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. ഇവർ ഓരോ പാക്കേജായിട്ട് പറയുന്നുണ്ട്. ഇന്ന സ്ഥലം വരെ ഇന്ന ഇത്ര ഇത് അങ്ങനെ 2-3 പാക്കേജായിട്ട് പറയണം. നമ്മൾ ആ ഫുൾ പാക്കേജ് എടുത്തായിരുന്നു, ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അതെ, അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെയാണ് അവർ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ഏതൊക്കെയാണ് എടുക്കേണ്ടത്. ഇതൊക്കെയാണ് എന്തായാലും ഇവിടം വരെ ചെന്ന സ്ഥിതിക്ക് എല്ലാ പാക്കേജും കൂടെ എല്ലാ സ്ഥലവും കൂടെ കാണുമല്ലേ നല്ലത്. പിന്നല്ലേ, അല്ലാണ്ട് ഇവിടെ നിന്ന് കാശ് മുടക്കി അവിടം വരെ പെട്രോൾ അടിച്ച് പോയിട്ട് ഒരു ഇച്ചിരി സ്ഥലം മാത്രം കണ്ടിട്ട് തിരിച്ചു പോകുന്നത് ഒരു കാര്യമില്ല. ആ റോഡ് കണ്ട ജീപ്പ് കയറി തന്നെ കേട്ടാ. പിന്നെ നോക്കി സൈഡിലൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ വീടുണ്ടാ. അവിടെ സോളാർ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. മതിലില്ല, പക്ഷെ ഗേറ്റ് ഉണ്ട്. ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ. നെക്സ്റ്റ് വ്യൂ പോയിന്റ് ഇത് നല്ല അടിപൊളിയാണ്. ആ ജീപ്പൊക്കെ നിർത്തി ഇങ്ങനെ ലെവലായിട്ട് അവർ നിർത്തി. ചേട്ടാ മാറിക്കോ. ചേട്ടൻ്റെ ഇതേ അതെ അതെ. പക്ഷെ പാവം നാട്ടുകാരനാണ്. ഡോർ തുറന്നു കൊടുത്തേ. ഡോറൊക്കെ തുറന്ന് അവർ ചാടിക്കയറി വന്നോളൂ. ഓഫീസ് ട്രിപ്പായിരുന്നു. നോക്കടാ ആ വ്യൂ കണ്ട, ജീപ്പും കൂടെ നിർത്തിയിട്ട് അടിപൊളിയല്ലേ നോക്കി. തട്ടിപൊളി. നട്ടുച്ചയ്ക്കാന്ന് ഓർക്കണേ, പക്ഷേ വെയിലൊന്നും ഇല്ല കേട്ടോ. ആ ഒരു കാലാവസ്ഥയൊക്കെ അടിപൊളിയായിരുന്നു. മേളിലേക്ക് കയറും തോറും നല്ല താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ പെയ്ത്. പക്ഷെ അതിനുശേഷം കുറെ നേരം മുനിപ്പാറ പോയി അങ്ങനെ നിന്ന് കാണാം, നമുക്ക് പന്നവഴിക്ക് കാണാം. നോക്കിക്കേ കണ്ട. പിന്നെ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇടുക്കാച്ചിയാ. അടിപൊളി ലുക്കാണ് ഈ സ്ഥലം കാണാൻ. കാരണം ആ മഴക്കാറൊക്കെ ചെറുതായിട്ടുണ്ട്. കയറി വരുന്നത് അവിടെ കുറെ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം പിന്നെ അടുത്ത പോയിന്റിലേക്ക്. ഇതാണ് ഈ ഒരു റൂട്ടിൽ നമുക്ക് 3ാമത്തെ പോയിന്റ്, ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ കാണുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഇറങ്ങുക. എന്നിട്ട് താഴെ ചെന്നതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് പോകും. ഇത് ആക്ച്വലി നമുക്ക് മുമ്പേ പോയ ഏതോ ടീംസാണ്. ചേച്ചി ഹായ്. ഇവര് ഹോൺ അടിച്ചാ പോകുന്നത്. കാരണം ഈ ചെറിയ നാരോ വഴി ആകുമ്പോഴത്തേക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ജീപ്പ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നടക്കില്ല. ഇവർക്ക് ഇവിടെ പരിചയമുള്ള കാരണം റിസ്ക് കുറവാണ്. പുറത്തുനിന്ന് പോകുന്നവർക്ക് വഴി പരിചയമില്ലെങ്കിൽ ഈ സൈഡൊക്കെ കുറയ്ക്കുമ്പോഴേ
അല്ല അത് കയറി വരുന്ന രീതി തന്നെ കണ്ടില്ലേ? അപ്പോൾ പുതിയതായിട്ടൊരാൾ വന്ന് കയറുമ്പോഴേ ഉം. കുടുങ്ങി പോകും എൻ്റെ പൊന്നോ. അവിടെ. അപ്പോൾ നല്ലത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുടെ ജീപ്പ് തന്നെ വിളിക്കുകയാണ് നല്ലത്. അതെ. ഇത് കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എങ്ങനെയാണ് പോയതെന്നൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. പിന്നെ എന്നിട്ട് അവിടെ ചെന്ന് അനുഭവിക്കുകയാണെങ്കിൽ അപ്പോളി മൂടായിരിക്കും. പിന്നല്ലേ. അല്ല ഇത് കണ്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല അവിടെ എന്തൊക്കെയുണ്ടെന്ന്. അവസാനം ആ പുഴ ക്രോസിംഗ് വെച്ചില്ലേ ഒലിപ്പാറയൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ അപ്പോൾ ഇവര് ആദ്യം ഞാൻ വിചാരിച്ചെന്താ പറയുക, ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇവർ നിർത്തി വെക്കുന്നവർ അവർ പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ അതാണ് അടിപൊളി എന്ന് പറയണത്. പിന്നെ ആ മഴയൊക്കെ നനഞ്ഞ് അത്യാവശ്യം പോകുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം, എക്സ്ട്രാ ഡ്രസ്സ് കരുതിക്കണം. ഇല്ലെങ്കിൽ അവിടെ നമ്മൾ കുടുങ്ങി ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ് കുടുങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറി പോരാൻ പാകത്തിന് വേണം സെറ്റായിട്ട് പോകാൻ, റെഡി ആയിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇതിന് സജ്ജമായിരിക്കണം, എല്ലാം സജ്ജമായിട്ട് പോകണം. പിന്നെ ആ പുഴയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. നമ്മൾ ഇറങ്ങിയില്ലായിരുന്നു, പക്ഷെ നമുക്ക് ഇറങ്ങി തോർത്തൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് ഒന്ന് ഇറങ്ങിയൊക്കെ കുളിക്കുക എന്നുള്ളതില്ല, ചെറിയ വലിയ കാണുമ്പോൾ അറിയാം ഫ്രണ്ടിൽ എന്തിനാ നമ്മൾ ഇനിയിപ്പോൾ അധികം നേരിട്ട് കണ്ട് തന്നെ അനുഭവിക്കാമല്ലോ. അതെ. പിന്നെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ കുറേയൊക്കെ ഉണ്ട്. അത് നമ്മുടെ പുൽത്തൈലാണോ? അതെനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. സാധാ പുല്ലായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ വിചാരിച്ച ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഓരോ ആൾക്കാരുടെയും പ്രോപ്പർട്ടി ചെയ്ത് മല ഫുള്ളും മല ഫുള്ളും ഓരോരുത്തരുടെ ആ പ്രോപ്പർട്ടി കൂടെ കയറിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് ഈ ജീപ്പുകാർ പറഞ്ഞത്. ആണല്ലേ. നോക്കണം ആ തിങ്ങിയ വഴി നോക്കി. ഇതൊക്കെ നോർമൽ നമുക്ക് കാണാം, വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. പിന്നെ ശരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ്. അത് ചെറിയ ദൂരത്ത് അത്യാവശ്യം നമുക്കൊന്ന് ഉല്ലസിക്കാൻ പറ്റാനും എൻജോയ് ചെയ്യാനും അന്ന് വലിയ റിസ്ക് ഇല്ല. കാരണം ഒന്ന് ഇവർക്ക് പരിചയമുണ്ട്. പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ദൂരം ഇല്ലാതെ ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് പേര് ബൈക്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ട്രാവലറിനാണ് പോയത്, പക്ഷേ തിരിച്ച് ആ ഇഞ്ചിത്തൊട്ടി വഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ ആ വഴി തിരിച്ചൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തിരി പെട്ടുപോയാൽ, കാരണം ഇടയിലൊക്കെ ചെയ്ത് റോഡ് പോലെയാണ് പോകും. തിരിച്ചു വന്നപ്പോൾ നേരിമംഗലം വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ വഴിയൊക്കെ നോക്കി ആ ഒരു ഏരിയയൊക്കെ അടിപൊളിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സിറ്റിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് വല്ല ത്രില്ലിംഗ് ഉണ്ടാവില്ല, എല്ലാ ദിവസവും കണ്ട് നല്ല പരിചയമായതുകൊണ്ട്. സിറ്റിയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ആ വ്യൂ നോക്കിയാൽ റോഡൊക്കെ ഓടി തന്നെ ഏകദേശം നല്ല റോഡായി. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെ റോഡൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ കൊണ്ടിപ്പുറം മാത്രമേ കയറുള്ളൂ. കണ്ടത് ഈ വഴി ഇതാണ് അടുത്ത വ്യൂ പോയിന്റ് കേട്ടോ. ഇതൊരു നല്ല ഇറക്കാം, കുത്തനെ ഇറക്കാം. ഒരു കൺട്രോൾ പോയാൽ നേരെ നമ്മൾ കൊക്കയിലേക്ക് കിടക്കും. ഇത് കണ്ട ഈ സൈഡിൽ കണ്ട ഇവിടെ ഈ ഒരു പോയിന്റ് ഇട്ട് ഇതിൽ കൂടെ ഇങ്ങനെ സൈഡ് കയറ്റി കയറിപ്പോകും. അങ്ങനെ കണ്ട നോക്കി വ്യൂ അല്ലേ. നമ്മൾ അവിടെ നിന്ന് കൺട്രോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ മലയുടെ താഴെ ചെന്ന് നിൽക്കും. കണ്ട ആ സൈസ് നോക്കി. ഈ വഴിയാണ് കയറി പോകുന്നത്, ലെഫ്റ്റ് സൈഡിൽ കൂടി. പുള്ളി ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ ഡ്രൈവർ. അത് ഡ്രൈവർമാരെല്ലാരും പക്കയായിരിക്കും, നല്ല ഇതായിരുന്നു. നോക്കിയടാ വ്യൂ കണ്ട. ഈ സമയത്ത് കുറച്ചൊന്നും മഴ പൊടിഞ്ഞായിരുന്നു. ആണല്ലേ. അപ്പൊ അതിന്റെ തൊട്ട് താഴെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. കണ്ടതേ ഇത് കണ്ടതേ അവിടെ ജീപ്പ് നമ്മൾ അവിടെ കണ്ടതേ ഈ ഇവിടെ കൂടിയാണ് നമ്മളിങ്ങനെ ഇറങ്ങി ഇവിടെ നിന്നൊക്കെ വ്യൂ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അത്യാവശ്യം പോകാനായിട്ട്. ഫോട്ടോയ്ക്കൊക്കെ നല്ല പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലം. റിസ്ക് ആണ്, ശ്രദ്ധിച്ചു പോണം. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ പോയിന്റ് കണ്ടു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് വേണം നമ്മൾ മുനിപ്പറയിലേക്ക് പോകാൻ. ആ പോകുന്ന വഴി ഇറങ്ങുന്നതും അതിലും ഇതാ, കാരണം ഈ കയറുന്നതിലും കഷ്ടപ്പാടാണ് ഇറങ്ങുന്നത്. ഇപ്പൊ പോകുമെന്ന് പറഞ്ഞു. പിന്നെ ചെറിയ ഗിയറിലിട്ടാണ് ഇറങ്ങണത്, ഫസ്റ്റ് ഗിയറിൽ. അത് കാരണം അതിൻ്റെ പ്രശ്നമില്ല. എന്നാലും റിസ്ക് ഉണ്ട്. പിന്നെ രസമായിരുന്നു കേട്ടോ. പക്ഷെ കുലുക്ക അകത്തിരിക്കുന്നവർ അത് അറിഞ്ഞില്ലേ, നമ്മുടെ മൂന്നാർ ആ സൈഡിലേക്കൊക്കെ നമ്മുടെ ക്യാരിയിലായിട്ടുള്ളവരെ ജീപ്പ് കയറ്റില്ല. അല്ല ഭയങ്കര കുലുക്ക. ഞങ്ങൾ ഫുഡ് അവിടെ പറഞ്ഞു വെച്ചിരുന്നു. അവിടെ ഒരു ഹോട്ടലുണ്ട്, നമ്മൾ വരുന്ന വഴിക്ക് കാണാം. ഇനി ചെല്ലുന്ന ആ ഹോട്ടലിലേക്കാണ്. അപ്പോൾ ആ ഹോട്ടലിൽ പറഞ്ഞു വെച്ചിരുന്നു ഇത്ര പേർക്ക് ഫുഡ് വേണമെന്നൊക്കെ. പക്ഷേ നമ്മൾ തിരിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചത്. എന്തൊക്കെ 3 മണിയൊക്കെ ആയി. ഇത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിച്ചിട്ട്. കാരണം ഈ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളങ്ങ് കുലുങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി പെട്ടാകും. പിന്നെ അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആശ്വാസത്തോടെ ഇരിക്കാനോ.
അല്ല അതിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പോകണമെങ്കിൽ ഛർദ്ദിക്കാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. വോമിറ്റിംഗ് ടെൻഡൻസി വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അത് വളരെ കൂടുതലായി. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ലേഡീസൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് നല്ലത് നമ്മൾ ലെഫ്റ്റോ ആയിട്ടൊക്കെ കഴിച്ചിട്ട് പോകാൻ. നോക്കിക്കേ സ്പീഡിൽ കത്തുന്നുണ്ട്. വിദ്യാഭ്യാസി ആനയെ ചുമച്ചുള്ള അവർക്കൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. പിന്നെ അടിപൊളിയായിട്ട് പോകുന്നത്. നമുക്ക് ആ തിരിച്ച് ഇറങ്ങി വരുമ്പോഴുള്ള ആ ഷോട്ടുകൾ നമ്മൾ ബാക്കിൽ ഇരുന്നുകൊണ്ട് ആ കയറി പോകുമ്പോഴത്തേക്കും ബാക്കിലെ ഷോട്ടായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോഴും നമുക്ക് ആ അങ്ങനെയുള്ള ആ ഷോട്ടുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ആ പ്രദേശമൊക്കെ ഒരു അടിപൊളിയാണ്, വെറൈറ്റിയാണ്. ഒരു വൺ ഡേ ട്രിപ്പിന് കൊള്ളാം. അതാണ് അടിപൊളിയായിട്ട്. ഈ എറണാകുളം സിറ്റിയിലുള്ളവർക്കൊക്കെ നല്ലതാണ്. ഈവൻ കോട്ടയത്ത് നിന്നാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ഒന്ന് കണ്ട് ഒരു ഇതാകും. ആദ്യം പോയപ്പോൾ നമ്മൾ ഇവിടെ ഭൂതത്താങ്കിട്ടൊക്കെ ഒന്ന് കയറിയിട്ടാണ് പോയത്. നമ്മുടെ ഡാമല്ലേ, ഡാം. എന്നിട്ട് തിരിച്ച് ആ വഴിയെ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു. എടാ ഈ വഴി ഈ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കുത്തിരില്ലേ ഭയങ്കര നാരോ വഴിയാണ്. അപ്പം അവിടെ ഇവര് ഫോണടിച്ചൊക്കെയാണ് നിന്നത്. നമ്മുടെ താഴേന്ന് ജീപ്പ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങി. കാരണം ഇറങ്ങാനും കയറാനും പറ്റാത്ത അവസ്ഥ. അതാ പറഞ്ഞ അവർക്ക് തന്നെയാണ് അഭ്യാസമുള്ളൂ. അതുകൊണ്ട് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി മല്ലുപെടും, പെടും. കാരണം ഈ വഴിയൊന്നും അവർ പോകുന്ന അത്ര സ്മൂത്തായിട്ട് പോകില്ല. ഇവൻ എത്ര പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ പാറയൊക്കെ കണ്ട ശരിക്കും ഞാൻ ഈ പാറയൊക്കെ കണ്ടു പോയത് നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴയൊക്കെ പെയ്ത് തുടങ്ങി കേട്ടോ. കണ്ടില്ലേ നീ പാറയിലെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തെന്നും എന്നുള്ളതൊക്കെ ഇതുണ്ട്. അവർ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമൊന്നുമല്ല, അങ്ങനെ തകർത്ത് ഇതിലും അടിപൊളിയായിരിക്കും എന്നൊക്കെ. ജീവനെ നമുക്കല്ലേ പേടി, പ്രശ്നമില്ലല്ലോ. കണ്ടതേ അടുത്ത ടീം പോവുക കണ്ട. അപ്പൊ ഇവരെയാണ് നമ്മൾ ഹോൺ അടിച്ച് അവിടെ നിർത്തിയത്. ആ പോകുന്ന വഴിക്ക് നമ്മൾ ഹോണൊക്കെ അടിച്ചത്. കാരണം അല്ലെങ്കിൽ ഇടയിൽ പെട്ട് ഇവര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവർക്ക് അറിയാം പോകുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നുള്ളത്. ഇവര് മ്യൂച്വലി എപ്പോഴും കണക്റ്റഡ് ആണ് കേട്ടോ. നോക്കിയടാ പാറയൊക്കെ സ്പീഡിന് പോലെ അല്ല. എന്നെ കാത്തോണേ. ഇത്തിരി നമ്മൾ സ്പീഡിലിട്ടാണ് ഓടിച്ചേക്കണത്. വീഡിയോ ഒന്ന് ഒരുപാട് ലോങ് ആയി ബോറടിക്കാതിരിക്കും. പക്ഷെ എന്നാൽ ഈ ലോങ് ഇത്തിരി സ്പീഡിൽ ഓടിച്ചെങ്കിൽ പോലും അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് കണ്ടന്റ് ഫുള്ള് നമുക്ക് മനസ്സിലാവും. കാരണം ഈ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും മാമലക്കണ്ടത്തിൽ എങ്ങനെയുണ്ട് ഇത്. പക്ഷേ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമല്ല, ആ കുലുക്കം കണ്ടോടാ, ആ ക്യാമറയൊക്കെ നമ്മുടെ ഗിംബലൊക്കെ ഇളക്കി കണ്ട ആ കുലുക്കത്തിൻ്റെ ഇത് ശരിക്കും അത് കാണാൻ പറ്റും. കണ്ട ആ ജീപ്പിൻ്റെ ഇതായിട്ട് നോക്കിയാൽ മതി എത്രമാത്രം കുലുക്കമുണ്ടെന്ന്. കാരണം ആ റോഡ് അത്രയ്ക്കും ഭയങ്കര അത്രയ്ക്കും ഒരു ട്രക്കിങ്ങിന് പറ്റിയ റോഡായതുകൊണ്ട് പറയാലോ, അത്രയ്ക്കും മോശം റോഡാണ്. ഒരു പക്ക ഓഫ് റോഡ് ട്രാക്ക്, ഭയങ്കര ഓഫ് റോഡ്. ഈ ചില സമയത്ത് ഇതിൻ്റെ അടിയിലൊക്കെ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിലത്തെ ആ സംഭവമൊക്കെ പാറയിലൊക്കെ ഉരസിയൊക്കെ നമ്മുടെ അത് നമ്മുടെ മറ്റേ ചേട്ടൻ രാജേഷ് ചേട്ടൻ പറഞ്ഞ് ഓർക്കുന്നില്ലേ, മുകളിലൊക്കെ ചെന്ന് ലീഫ് പൊട്ടിയിട്ട് അവർ കയറും കൊണ്ട് കെട്ടി ഇറക്കേണ്ട അവസ്ഥകൾ. അത് അത്ര എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരിക്കലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ട ഈ ഭാഗങ്ങളൊക്കെ നോക്കി കണ്ട നല്ല അത് മുഴുവൻ തെന്നിക്കിടക്കുവാണ്. പക്ഷെ ഇവര് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല ഇതിൽ എക്സ്പീരിയൻസ് ആണ് മെയിൻ. അതെ നമുക്ക് നമ്മുടെ പുറകെ വന്നിട്ടുണ്ട് നമ്മുടെ പാർട്ടി. അതെ ഇതൊക്കെ നോക്കി. പക്ഷെ ബൈക്ക് കയറ്റിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഈ കനമില്ലാത്ത ബൈക്കോ അല്ലെങ്കിൽ അതിന് പറ്റിയ ബൈക്കുകൾ കൊണ്ടുപോകാതെ പോയി വേറെ സാധാ ബൈക്കും കൊണ്ടൊന്നും കയറി പോകാൻ പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. ഇത് നോക്കി ആ ഇറങ്ങി തന്നെ കണ്ട റോഡേ ഇല്ല, ഒക്കെ ഓഫ് റോഡാ കണ്ട. പാറത്തിട്ടുകൾ മാത്രമല്ലേ ഇതാ അങ്ങനെ ഭയങ്കര സിക്സ് ആക്ക് പോലെ ഇങ്ങനെ കിടക്കാം. ആ വഴിയൊക്കെ കണ്ട നോക്കിക്കേ കണ്ട. ഇതൊക്കെ നല്ല ഇറക്കം പോലെ തന്നെയാണ് വരുന്നത് അല്ലേ? അതെ അടിപൊളി. ഇപ്പം നമ്മൾ ആ കയറിപ്പോയ സ്ഥലങ്ങളാണെങ്കിലും തിരിച്ച് ഷോട്ടായതുകൊണ്ട് ശരിക്കും നമുക്ക് ഒരു പുതിയ അനുഭവം ഉണ്ട് അല്ലേ? ഇതെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കും. കണ്ടത് ആ ജീപ്പ് ആ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്തോരം ഉണ്ട് സ്റ്റീപ്പായിട്ടിരിക്കുന്നതെന്നുള്ളത് അല്ലേ? പിന്നെ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ശരിക്കും ഒരു ചെറിയ ഹോട്ടലാണ്, പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നാട്ടുപ്രദേശത്ത് കാണുന്ന ചോറും കറികളും കൂടെ കോഴിയിറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണത്തെക്കാളേറെ ചെറുകടികൾ അടിപൊളി. പഴംപൊരിയൊക്കെ തന്നായിരുന്നു, നാടൻ പഴുത്തായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതെല്ലാം ഇവർ എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾ നല്ല എക്സ്പീരിയൻസ് ചെയ്യണം. അതെ
ശരിക്കും ഇതാണ് നമ്മളിവിടുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല അവിടുത്തെ മുമ്പ് അവിടുത്തെ ഇതൊക്കെ പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ വയറ് കേടാവില്ല നമ്മുടെ നാട്ടിൻ പ്രദേശത്തായിട്ട്. പ്രദേശമായതുകൊണ്ട് അജിനോമോട്ടോയ്ക്ക് പകരം നമ്മൾ ആ നേരത്തെ കണ്ട സംഭവം വീടല്ലേ, അതായത് ആ റിസോർട്ട് പോലെ അത് ഹോം സ്റ്റേ പ്രൊജക്റ്റ് ആണ്. ഹോം സ്റ്റേ അങ്ങനെ കുറെ പേര് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഒരു 5,000 ഒക്കെ വെച്ച് 5,000 മുതൽ 10,000 വരെയൊക്കെ വാങ്ങുന്നുണ്ടെന്നാണ് ഇവര് പറഞ്ഞത്. ഡെയിലി കേട്ടോ. ഇച്ചിരി കൂടുതലല്ലേ? കൂടുതലാണ്. പക്ഷെ ഇത് ഈ സ്ഥലത്ത് പോയി താമസിക്കുകയും ഫാമിലി ആയിട്ട് ഇത്രയൊക്കെയെന്ന് പറയുമ്പോൾ ഒരു 5-6 പേരടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വലിയതായിട്ട് തോന്നില്ലല്ലോ. വെച്ച് നമ്മൾ ഇപ്പോൾ ഈ ജീപ്പിൽ തന്നെയാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഒരു 5 പേര് കയറിയിട്ടുണ്ട് ഒരു ജീപ്പിൽ. അപ്പോൾ 5 പേരാകുമ്പോഴത്തേക്കും 3,000 / 5 ഒരു വലിയ എമൗണ്ട് വരുന്നില്ല. ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ നാട്ടുകാർക്കൊരു വരുമാനം. നമ്മൾ ചായ കുടിച്ചത് അടിപൊളിയാണ് നല്ല. പക്ഷെ ഒരിക്കലും നമുക്ക് മടുക്കില്ല കേട്ടോ. താഴെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്പോട്ടിൽ പോകുന്നുണ്ട്, അതാണ് അടിപൊളി. കൊള്ളാം. എന്തായാലും അടിപൊളി യാത്രയായിരുന്നു. എന്തായാലും വന്നതിൽ ഗുണമുണ്ടായി. പിന്നെ തീർച്ചയായും മഴ പെയ്തു തുടങ്ങി, അതാണ് പ്രശ്നം. എന്താ പ്രശ്നം, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് നനയുന്നതിന് പ്രശ്നമൊന്നുമില്ല, അത് അടിപൊളിയായിരുന്നു. പിന്നെ മഴ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ വാട്ടർപ്രൂഫിൻ്റെ പ്രശ്നം. പിന്നെ അത്ര ഇതായില്ല. എന്നാലും ഇത് പൊടിമഴയാണെങ്കിലും നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സംഭവം. പക്ഷെ കളറാണ് കേട്ടോ. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ മഴ പെയ്തതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുനിപ്പാറ പോകണ്ടേ. മുനിപ്പാറ എന്ന് പറഞ്ഞാൽ മുനിയറ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളാണ്. അത് പണ്ടത്തെ മുനിമാരെ ഇങ്ങനെ മറ്റേ കല്ലിൻ്റെ ഉള്ളില് എന്താ ധ്യാനിച്ചിരുന്ന അതിങ്ങനെ പാർക്കല്ല, അതിൻ്റെ വലിയ ഇതായിട്ട് തോന്നില്ല. പാർക്കലൊക്കെ വെച്ചേക്കണം, കാണാം നമുക്ക് വീഡിയോയിൽ നേരിട്ട്. അത് മിസ്സാക്കരുത്. ഇത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ. പിന്നെ അവിടെ ചെന്ന് ഈ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരേണ്ടി വരും. ഫുള്ള് കണ്ട് എല്ലാം എക്സ്കവേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നല്ലേ നോക്കി ഇപ്പം നമ്മൾ ഭയങ്കര സ്പീഡിലേക്ക് പോകുന്നു കേട്ടോ. ഏകദേശം താഴെ എത്തി നോർമലി നല്ല റോഡിലേക്കൊക്കെ നമ്മളങ്ങ് എത്തുക. വൈബാണ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, അതൊക്കെ ശരിക്കും ആൾക്കാർ താമസിക്കുന്ന വീടുകളാട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കേട്ടാ പട്ടിയാണ്. നീ പൂച്ചാന്ന് പറഞ്ഞു കണ്ടതേ. കൂട്ടുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഹലോ. കുലുക്കം കണ്ടോടാ. കണ്ട നമ്മൾ ആ താഴത്തെ ടയറിന്റെ ബാക്കിലെ ജീപ്പിന്റെ ബാക്കിൽ ടയർ കണ്ട, അതിലാണ് നമുക്ക് ഷേക്കിംഗ് ആക്ച്വലി മനസ്സിലാവണം. അല്ലാതെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഗിംബിൾ ഉപയോഗിച്ചുകൊണ്ട് അത്ര ഷേക്കിങ് ചിലപ്പോൾ തോന്നൂലായിരുന്നു. ആ ജീപ്പിന്റെ പോർഷൻ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ കൈയൊക്കെ പിടിച്ച് നല്ല മുറുക്കിയിരിക്കണം, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി പോകും. പിന്നെ ഇവരൊക്കെ സമ്മതിക്കും കേട്ടോ, അവിടെ താമസിക്കുന്നവർക്ക്. അവർക്ക് പിന്നെ പരിചയം ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. എങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇത്ര താഴെ വരണ്ടേ. ആണോന്ന് ഒന്നില്ലെങ്കിൽ കോതമംഗലം വന്നം, അല്ലെങ്കിൽ അത്യാവശ്യം അവിടെ നല്ല ദൂരം ഉണ്ട്. കണ്ട എല്ലാ വീട്ടിലും ജീപ്പൊക്കെ ഉണ്ട്. എല്ലാ വീട്ടിലും ഒരു ജീപ്പുണ്ട്. അത്യാവശ്യം വരുമാന മാർഗമൊക്കെ ഈ ഒരു യാത്രയാണ്. ആണല്ലേ? നാട്ടുകാർ സ്നേഹമുള്ള നാട്ടുകാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സ്നേഹമുള്ള നാട്ടുകാരാണ്. ഇഞ്ചി കൃഷി മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, പ്രൈവറ്റ് ഓൺഡ് ലാൻഡുകളായിട്ട് എന്നാണ് അവർ പറഞ്ഞത്. അല്ല, എനിക്കും കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ. ഇത് പല പല ആൾക്കാർ ഇങ്ങനെ വെച്ചേക്കുന്നു. അതിലൊരു എന്താ ട്രക്കിങ് പോലെ അങ്ങനെ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലമൊക്കെ ആക്കി എടുത്തിരിക്കുന്നു. രസമാണ്, വൈബാണ്. എന്തായാലും മിനിമം ഒരു 1 ടൈം പോകേണ്ടതാണ്. പിന്നെ ഒരിക്കലും മിസ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. 1 ഡേ ട്രിപ്പിനെ കടുവയാണ്. പിന്നെ അതിപ്പോൾ ഏത് സൈഡിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ, എറണാകുളമോ കോട്ടയമോ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും സുഖമായിട്ട് പോയി വരാം. ബൈക്കിനൊക്കെ ആൾക്ക് കുറേ പിള്ളേർ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ബൈക്കും കൊണ്ട് നമുക്ക് ഇങ്ങനെ മേളിൽ കയറാൻ പറ്റില്ല. കണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഇവർ പിന്നെ നടന്ന് കയറാൻ തുടങ്ങിയായിരുന്നു. ഈ ബൈക്ക് ഇരിക്കുന്നില്ലേ, ഇത് കയറാൻ പറ്റാനുള്ള. കാരണം ബുള്ളറ്റ് കൊണ്ടൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാതെ. പിന്നെ അടുത്ത ടീം പോണ കണ്ട, നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു ഇറങ്ങി വരുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊപ്പം തന്നെ ആൾക്കാർ പുറകിലുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത ടീംസ് പോകുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്.
ഒരു 10-20 വണ്ടി ഇവിടെ തന്നെ സർവീസ് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ആ താഴെ ഒരു മൈതാനമുണ്ട്. ആ നമ്മളിപ്പോൾ ആ ഇഞ്ചിത്തൊട്ടിയിൽ നിന്നൊക്കെ പോരുന്ന വഴിക്ക് ഇവരുടെ കുറേ ആൾക്കാരൊക്കെ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, ബോർഡൊക്കെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ തിരിച്ച് പോരോട്ടാ, നമ്മളിപ്പോൾ നല്ല വഴി എത്തി, ഏകദേശം എത്തി. അപ്പോൾ നല്ല സ്പീഡിലിങ്ങനെ പോരുക. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്കൊരു മൈതാനം പോലെയുണ്ട്. അവിടെ നമുക്ക് യൂറിനൊക്കെ പാസ് ചെയ്യാനുള്ള ടോയ്ലറ്റൊക്കെ അവർ പ്രത്യേകം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീപ്പിൽ നിന്ന് പിക്ക് ചെയ്ത് കയറി പോകുന്നത്. അപ്പോൾ പോരുന്ന വഴിക്കൊക്കെ കാണാം നല്ല കളർഫുൾ ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോർമൽ വഴി, നമ്മൾ ആ പോകുന്ന വഴി, ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വഴികളൊക്കെയാണ്. നമ്മുടെ ഓഫ് റോഡ് എന്നുള്ളൊരു ഓഫ് റോഡ് അല്ല, ഇതൊക്കെ ശരിക്കും ആ മാമലക്കണ്ടം ആ ടൗൺഷിപ്പ് എന്ന് പറയാം. ടൗൺ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും, കുറച്ച് വീടുകളൊക്കെയാണ്, എങ്കിലും ഒരു ടൗൺഷിപ്പ് എന്ന് പറയാവുന്ന ഒരു പ്രദേശം ഇതൊക്കെ. അത്യാവശ്യം കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു പക്ക റൂറൽ വൈബ്. അത് തന്നെ. നമുക്ക് ഇവിടെ ഇരുന്ന് ഈ സിറ്റിയിൽ നിന്ന് ബോറടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മനസ്സ് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നമ്മുടെ കണ്ടത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്, ഒരു പഴയ ടൈപ്പ് സാധനങ്ങളൊക്കെ കിട്ടും. അത് കൂടാതെ ഇപ്പറയാണ് ഹോട്ടലൊക്കെ ഉള്ളത്. നമ്മൾ തിരിച്ച് ഇത് മുനിപ്പാറ എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ തന്നെയാണല്ലോ നമ്മൾ കുട പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. കുട പിടിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മഴയുണ്ടായിരുന്നു. കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കണ്ട അവിടെയൊക്കെ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട. ആ ദൂരെ നോക്കിക്കേ, ഇത് വേറെ ടീമും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം തന്നെ. ഈ കാണുന്നതാണ് മുനിപ്പാറ. കണ്ട പഴയ മുനികള് അവിടെ തപസ്സിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മുനിപ്പാറ എന്നുള്ള പേര് വരുന്നത്. അവിടെ ചെറിയ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ചില ദേശദ്രോഹികള് പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടായിട്ട് ഉള്ളിട്ടുണ്ട്. കുറെ പേര് ഇതിന്റെ മേളിലൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ട കുറച്ച് പേര് നാണയമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. നാണയം ഇവിടെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചേക്കാണ്. ഒരു പ്രാർത്ഥന സ്ഥലമായിട്ട് കണ്ട നാണയമൊക്കെ കിടക്കണം. അതെ, ഇപ്പറൊക്കെ കൊണ്ടുപോയി ഇപ്പറൊക്കെ പ്ലാസ്റ്റിക് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇത്ര ഒരു ശരിക്കും പറഞ്ഞാൽ ആൾക്കാരൊക്കെ ചെല്ലുന്ന നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊക്കെ പ്ലാസ്റ്റിക് ഒന്ന് ഇടാതെ ഇരിക്കാൻ നോക്കുക. അത് വളരെ എന്താ പറയാ, ഇപ്പൊ ഊട്ടിയിലൊക്കെ കണ്ടില്ലേ 2000 രൂപ വരെയാണ് ഫൈൻ മേടിച്ചു തുടങ്ങുന്നത് ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലിന്. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ അനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എടുത്ത് നിന്ന് ഒക്കെ തൊണ്ട കുടുങ്ങി പിന്നെ ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രകൃതിയെ ഒരു തരത്തിൽ ദ്രോഹിക്കുകയാണ് അതും കാരണം. നോക്കിയടാ അടിപൊളിയല്ലേ നോക്കി സംഭവം. മുനിപ്പാറയുടെ ഇതാട്ടോ. അത് ശരിക്കും ഒരു നാച്ചുറലായിട്ട് കാടൊക്കെ വളർന്നു കിടക്കുവാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് അവർ എന്തെങ്കിലും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ ചേട്ടാ? അപ്പൊ ഈ സ്ഥലത്തിന് പുരാതനമായ വല്ലോ കഥകളോ കാര്യങ്ങളോ വല്ലോ ഉണ്ടോ, ഈ മുനിമാരോ? ഇതിൽ പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. ഇവിടെ ഒരു മുനി താഴെ തപസ്സിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിരുന്നൊക്കെയാണ് പ്രാർത്ഥിച്ചത്, ഈ താഴെയുള്ള പുഴയിലൊക്കെ കുളിച്ചിട്ട്. അങ്ങനെ അതിൽ വേറൊരു കഥയും കൂടി ഉണ്ട്. ഇദ്ദേഹം ഈ പുഴ ഒഴുകുന്നതൊക്കെ ഇതിന്റെ വരുന്ന വഴിയൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പാറയുടെ ചുറ്റും ഒഴുകാൻ തുടങ്ങിയെന്ന്. അങ്ങനെയൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആണല്ലേ? ഇതൊക്കെ ഒറിജിനൽ ആയിട്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാവരും വിശ്വസിക്കുന്നു, പറയപ്പെടുന്നു. അത് നമുക്ക് ഈ വഴിക്ക് കാണാൻ പറ്റും. കണ്ടത് ഈ ഇറങ്ങി പിന്നെ കണ്ട ഇതൊക്കെ നല്ല രസമാട്ടോ. ആ ഏരിയയൊക്കെ നല്ല ആ മേളിലും മലകളും അതിന്റെ വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. ഈ പാറയൊക്കെ ആ വഴിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വഴികളൊക്കെ. വേറെ ഒന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ ജീപ്പിന് പോകാനും. ഏതായാലും ജീപ്പിനെ ഏത് വഴിക്കണേയും കയറി പോകാം, അത് വേറെ കാര്യം. പക്ഷെ ഇത് നോക്കി കണ്ട, ഇനി നമ്മൾ പോകുമ്പോൾ ചെറിയൊരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ആണല്ലേ? അത് നമ്മൾ ആ നേരത്തെ പറഞ്ഞ നദിയുടെ കേസല്ല, അല്ലാതെ. അപ്പം ഈ പാറേനെ ചുറ്റും ഒഴുകുന്ന, അതാണ് നേരത്തെ പറഞ്ഞൊരു സ്വാമിയുടെ കഥ പറഞ്ഞു. ഈ വഴിയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് വെള്ളത്തിലൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നുണ്ട്. ഇതാണ് ആ പുഴ. അതുകൊണ്ട് ഈ പാറയെ ചുറ്റും കറങ്ങിയാണ് ഈ വെള്ളം ഒഴുകുന്നത്. അതാ മേളിൽ കാണുന്ന വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു പോർഷൻ നല്ല കീഴിൽ വരും. ആണല്ലേ? ആണ് ചെറിയൊരു ക്രോസിങ്, റിവർ ക്രോസിംഗ് എന്ന് പറയും. വേറെ കാര്യമുണ്ട്, ഇതിപ്പോൾ നമുക്ക് മഴ ചെറുതായിട്ടേ പെയ്തിട്ടുള്ളൂ. ഭയങ്കര മഴയിലൊക്കെ ഇത് ചിലപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും, ഭയങ്കര വെള്ളമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഒക്കെ നല്ല രസമുണ്ടല്ലേ? പിന്നെ മൊത്തത്തിൽ അധികം അങ്ങനെ ഒരു വിസിബിളാണ് എല്ലാം. എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കാണാം അങ്ങനെ ദൂരെ നിന്നൊക്കെ. അവിടെ ഇവിടെയൊക്കെ ഒരു ബുഷസ് ടൈപ്പാണ്. അതെ, ഒരു ഗ്രീനറി ഉണ്ട് എല്ലായിടത്തും, ഫുള്ളായിട്ടുണ്ട്. പക്ഷെ ആ നേരത്തെ കണ്ട പോലെയല്ല, കുറച്ചും കൂടി ഒരു വൈബ് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതാണ്. അപ്പം അങ്ങനെ നമ്മൾ മുനിപ്പാറയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോകും. അപ്പോൾ അവിടെയും അടിപൊളിയാക്കാം.
നമ്മുടെ കൂടെ വന്ന കുറേ പേരൊക്കെ നല്ല സ്പീക്കറൊക്കെ വെച്ച് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആ വൈബ് സെറ്റപ്പ്. അത് എനിക്ക് തോന്നുന്നു ഏതൊക്കെ ഓഫീസിലെ ആൾക്കാർ കൂട്ടം കൂടി വന്നേക്കുന്നത്. ഓ നല്ല അടിപൊളിയായിരുന്നു. മൊത്തത്തില് ഇനിയാണ് നമ്മൾ പോകാൻ പോണത്. ആ ഇനി മെയിൻ ഇല്ല അട്രാക്ഷൻ. ഇപ്പോൾ ഈ മുനിപ്പാറ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിട്ട് കളയരുത്. പറ അയ്യോ ഇത് ആ മലയുടെ പിടിച്ചിട്ടുണ്ട് ഏറ്റവും ടോപ്പിലെ ഈ നമ്മുടെ ജീപ്പ് ഈ വഴി കിടന്നു, അവിടെ ആ ജീപ്പ് ആ വഴി ആ കിടന്നു. വഴി കൂടെ വന്നു സൂപ്പറായിരുന്നു. മൊത്തത്തില്. നമ്മൾ ആ നേരത്തെ കണ്ട രീതിയിലല്ല കേട്ടോ, ഇവിടെ ഭയങ്കര ഒരു പ്രകൃതി ഭയങ്കര വ്യത്യാസം. ഓരോ സ്ഥലത്തിനും ഓരോ വൈബാണ്. ഓരോ വഴിപ്പാണ്. ശരി, നല്ല രസമാണ് അവിടെ ചെന്ന് നിൽക്കാൻ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ മഴയൊക്കെ നനഞ്ഞ് നല്ല അടിപൊളി പിന്നെ ഫോട്ടെടുക്കും. അതുകൂടെ മഴയൊക്കെ നനഞ്ഞ് ഭയങ്കര ആഘോഷം ചെയ്യും. പനി പിടിക്കാതിരുന്നാൽ മതി. പക്ഷെ രസമാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഈ കൊങ്ങിണി അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില പഴയ ഗ്രാമങ്ങളിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആണല്ലേ? പണ്ടൊക്കെ ഇതൊക്കെ ശരിക്കും നാട്ടുപ്രദേശത്ത് പണ്ടുണ്ടായിരുന്നൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം അതിൽ ഈ കാട്ടിലൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് സാധാരണ സ്ഥലത്തൊന്നും കാണുന്നില്ലല്ലോ, എല്ലാവരും വെട്ടിക്കളഞ്ഞുകൊണ്ടായിരിക്കും. അടുത്ത ഇതാണ് ആരും മിസ് ചെയ്യാതെ നോക്കേണ്ടത്. റിവർ ക്രോസിംഗ്. റിവർ ക്രോസിങ് അതൊരു അനുഭവിക്കുന്ന ഫീലിംഗ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അടിപൊളി. ഈ മുനിപ്പാറ കഴിഞ്ഞ പിന്നെ ഇവിടെയൊക്കെ നമുക്ക് നോർമൽ ഒരു നാട്ടുപ്രദേശത്തെ വഴി പോലെയൊക്കെ തന്നെ തോന്നുന്നത്. ഇനി അടുത്ത നമ്മൾ റിവർ ക്രോസിങ് വരുമ്പോഴാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. അതിലേക്ക് എത്തുമ്പോൾ തന്നെ എക്സൈറ്റ്മെന്റ് ആക്ച്വലി. വഴിയൊക്കെ കൊള്ളാം, വഴിയൊക്കെ രസമാണ്. പക്ഷെ നമ്മൾ ആ നേരത്തെ പോയതിൻ്റെ അത്രയും കുലുക്കുകൾ കുറവാണ് ഇതിൽ. പക്ഷെ വന്നുണ്ട് കേട്ടോ, ഇനി ഒരു കുലുക്കം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര മറ്റേ പഴയതിൻ്റെ അത്രയും വലിയൊരു എന്താ ഒരു നമുക്ക് തോന്നൂല. ഇപ്പം അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ ആ റിവർ ക്രോസ് ചെയ്യുന്നത് ഒരു അനുഭവമാണ്. അത് ഇതൊക്കെ എന്തൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ചെന്ന് നമ്മൾ അനുഭവിക്കുന്നതിനൊക്കെ വരില്ല. എന്നാലും ഒരു പരിധിവരെയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകും ഇന്നൊക്കെയാണ് ഇന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഇത്രയും സമയങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 2-3 മണിക്കൂർ എടുക്കും മിനിമം ഒരു 3 മണിക്കൂർ, ഒരു 4 മണിക്കൂർ എന്നുള്ള രീതിയിൽ നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളും കൂടി ഇതിൻ്റെ പാർട്ടായിട്ട് കാണാനുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കാണാം. അതേ നോക്കി ഈ വരുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല ചെളിക്ക് ശരിക്കും ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല ചെളിഞ്ഞ് നല്ല അടിപൊളിയായിരിക്കും. ശരിക്കും ട്രക്കിങ്ങിൻ്റെ ഒരു അനുഭവം കിട്ടും. അത് നമ്മൾ പുറകെ വരുന്ന ജീപ്പൊക്കെ നോക്കിക്കോട്ടെ. നമ്മുടെ പുറകെ നമ്മുടെ ടീംസ് വരുന്നുണ്ട്. ആ ജീപ്പൊക്കെ വരാനുണ്ട്. അതങ്ങനെ കുടുങ്ങി അതിൽ എന്നിട്ട് പക്ഷേ കയറി പോയിരുന്നു കേട്ടോ. ഇനിയാണ് മോനെ എക്സൈറ്റിംഗ് വ്യൂ കാണണ്ടേ. അതിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ വോയിസൊക്കെ പ്യുവർ ആ നദി ഒഴുകുന്നതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ റിയൽ ആയിട്ട് അങ്ങ് കേൾപ്പിക്കാം. എക്സ്പീരിയൻസ് നമുക്ക് ആ ഇങ്ങനെ വീഡിയോയിൽ ജസ്റ്റ് കാണുന്നതിലും നല്ലത് ആ വീഡിയോയിൽ ആ സൗണ്ട് കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നല്ല ഫീൽ വരുന്നുണ്ട്. ഇനിയാണ് മോസ്റ്റ് ത്രില്ലിങ് ഇവന്റ്. ഇത് കാണാൻ മാത്രം ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ റിവർ ക്രോസിങ് കാണാൻ മാത്രം. നല്ല മഴയത്തല്ല, ഇപ്പോഴും അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആണല്ലേ? ശരിക്കും ടയറിന്റെ അവിടെ അല്ലെങ്കിൽ ബോണറ്റിന്റെ അവിടം വരെയൊക്കെ വെള്ളം വരും സാധാരണഗതിയിൽ. ആണല്ലേ? അത്യാവശ്യം നല്ല മഴയത്താണെങ്കിൽ പിന്നെ റിവർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. വേറെ പാലങ്ങളും ഇല്ല. ദൈവം മോനെ വെള്ളം കണ്ടാ. അതെ അതെ, ഇല്ല ആ ഫ്രണ്ടിലേക്ക് കയറി നോക്കണം. കണ്ട എന്തായാലും നമുക്കിനി കണ്ടത് ആ പുറകെ വന്ന വണ്ടി കണ്ടില്ലേ? എന്നാ സ്റ്റീപ്പാ നോക്കിക്ക് നമ്മളെ ഇറങ്ങി വന്നത്. കണ്ട എന്തായാലും റിവർ കാണാം നമുക്ക് ആദ്യം കേട്ടോ. ഓ
എങ്ങനെയുണ്ടായിരുന്നു കാഴ്ച? എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല, അടിപൊളിയല്ലേ? അടിപൊളി. ഇങ്ങനെയുള്ള റിവർ ക്രോസിംഗ് ഒക്കെ ഇവിടെ കുറവാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ അല്ലേ? നല്ല കിട്ടുമോ അല്ലേ? ഇനിയും വരാം, നമുക്ക് അടുത്ത ഇതും കൂടെ കാണാം എങ്ങനെയുണ്ടെന്നത്. കാര്യം കുറച്ച് കാശ് ചിലവാക്കിയെങ്കിലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും പറയാനില്ല കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, കണ്ണും പൂട്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അതെ, അധികം ദൂരമില്ല, അധികം ദൂരമില്ല, വൈബും എന്നാ ഇപ്പം നമ്മളങ്ങ് തകർത്ത് പോരുക. തീർന്നു പരിപാടി കഴിഞ്ഞ് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് നമ്മുടെ സിനിമയിലൊക്കെ ഫേമസ് ആയ സ്കൂള് കാണും, മാമലക്കണ്ട. ജസ്റ്റ് കുറച്ചു നേരം കാണിക്കുന്നുള്ളൂ കേട്ടോ. നല്ല വ്യൂ ആട്ടോ. അവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഭയങ്കര മനസ്സുഖം കൊണ്ട് ആനന്ദിക്കുന്ന പിള്ളേരാണ്. ചെറിയ സ്കൂളാണ്. അത് ഒരുപാട് സിനിമയിലുണ്ട്. ഭയങ്കര സീനിക് ബ്യൂട്ടിയാണ്, അടിപൊളിയാണ്. നമ്മള് ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് ഏത് സ്കൂളിൽ പഠിച്ചാൽ പോലും കിട്ടാത്തൊരു മനസ്സുഖമാണ് ഇത് കാണുമ്പോഴത്തേക്ക്. പൊളിയാണ്. എന്തായാലും മിസ് ചെയ്യാറുണ്ട് കാര്യം അല്ലേ? അതെ, അത് ശരിക്കും കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ തിരിച്ചെത്തി ഇവിടെ. ഇനിയിപ്പോൾ ഈ തിരിച്ച് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നരയായി ആണല്ലേ ഫുഡ് കഴിച്ച്. നമ്മൾ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഹോട്ടലിൽ നിന്ന് ആ ലെഫ്റ്റ് സൈഡിൽ കിടന്ന ഹോട്ടലിൽ നിന്ന് കഴിച്ച്. അവിടെ കുറച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോയേക്കണം കേട്ടോ. ഹോട്ടൽ അച്ചൂസ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്കൊക്കെ ചെയ്യാം. ഇതേ മോനെ, ഇതാണ് ആ മാമലക്കണ്ടം സ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ. നോക്കിക്കേ, ആ സീനിക് ബ്യൂട്ടി നോക്കിക്കേ. കണ്ടോ, വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ആരും മിസ് ചെയ്യരുത് അല്ലേ? ട്രെക്കിംഗ് അനുഭവമാണ്. പിന്നെ സൂപ്പർ, അടിപൊളി.